അനുദിന വിശുദ്ധർ ഓഗസ്റ്റ് 1 വിശുദ്ധ അൽഫോൻസ് ലിഗോരി. 1696 ഇറ്റലിയിലെ കുലീനമായ ഒരു പ്രഭു കുടുംബത്തിലായിരുന്നു വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ ജനനം. രാജകീയ നാവികസേനയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു വിശുദ്ധൻ്റെ പിതാവ്. പഠനത്തിൽ സമർത്ഥനായിരുന്ന അൽഫോൻസ് തൻ്റെ 16-ാമത്തെ വയസ്സിൽ സഭാനിയമത്തിലും പൊതുനിയമത്തിലും ബിരുദധാരിയായതിനു ശേഷം 10 വർഷത്തോളം കോടതിയിൽ പരിശീലനം ചെയ്തു. ഒരിക്കൽ താൻ വാദിക്കുന്ന ഒരു കേസിൽ നീതിയുടെ ഒരംശം പോലുമില്ലെന്നും വെറും രാഷ്ട്രീയ പ്രേരിതം മാത്രമായിരുന്നെന്നും അറിയുവാനിടയായ വിശുദ്ധൻ പുതിയ വഴി തിരഞ്ഞെടുക്കുകയായിരുന്നു. അദ്ദേഹം തൻ്റെ ജോലി ഉപേക്ഷിച്ച് തൻ്റെ ജീവിതം മുഴുവനും ദൈവസേവനത്തിനായി സമർപ്പിച്ചു. തുടർന്ന് 1726 പൗരോഹിത്യ പട്ടം സ്വീകരിച്ച അൽഫോൻസ് പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്ന ഒരു കൂട്ടം പുരോഹിതന്മാർക്കൊപ്പം ചേർന്നു. വിവിധങ്ങളായ അജപാലന പ്രവർത്തനങ്ങളിൽ വിശുദ്ധൻ മുഴുകി. നിരവധി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തുകയും അവർക്കു വേണ്ടി ആളുകളെ കണ്ടെത്തുകയും ചെയ്ത വിശുദ്ധന് അനുതാപത്തിൻ്റെ സഹോദരിമാരുടെ സന്യാസിനി സഭാ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ പ്രധാനപ്പെട്ട പങ്കാണുള്ളത്. 1732 അൽഫോൻസ് രക്ഷകൻ്റെ സഭ അല്ലെങ്കിൽ റിഡംപ്റ്ററിസ്റ്റ് എന്ന സന്യാസി സഭ സ്ഥാപിച്ചു. ആത്മീയവും മതപരവുമായ നിർദ്ദേശങ്ങൾ ലഭിക്കപ്പെടാത്ത ഇറ്റലിയിലെ നാട്ടിൻപുറങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കിടയിൽ പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ സഭയുടെ സ്ഥാപനം. ഇതിനിടെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സഹചാരി വിശുദ്ധനെ ഉപേക്ഷിച്ചു പോയി. എന്നാൽ അൽഫോൻസസ് ഉറച്ചു തന്നെ നിന്നു. അധികം താമസിയാതെ തന്നെ നിരവധി ആളുകൾ അദ്ദേഹത്തോടൊപ്പം ചേരുകയും വിശുദ്ധൻ്റെ സഭ വികസിക്കുകയും ചെയ്തു. 1749 ബെനഡിക്റ്റ് 14 മാർപ്പാപ്പയാണ് രക്ഷകൻ്റെ സഭയ്ക്ക് അംഗീകാരം നൽകുന്നത്. അൽഫോൻസസ് ലിഗോരിയായിരുന്നു സഭയുടെ ആദ്യത്തെ സുപ്പീരിയർ ജനറൽ. 1762 അൽഫോൻസസ് നേപ്പിൾസിന് സമീപമുള്ള സാന്റ് അഗത ഡി ഗോഡിലെ മെത്രാനായി അഭിഷിക്തനായി. ഒരു മെത്രാൻ എന്ന നിലയിൽ വിശുദ്ധൻ തൻ്റെ രൂപതയിലെ അനാചാരങ്ങളെ തിരുത്തുകയും ദേവാലയങ്ങൾ പുനർനിർമ്മിക്കുകയും സെമിനാരികളെ നവീകരിക്കുകയും തൻ്റെ രൂപതയിൽ മുഴുവനും സുവിശേഷം പ്രചരിപ്പിക്കുകയും ചെയ്തു. 1763 തുടങ്ങി 64 വരെയുള്ള ക്ഷാമകാലഘട്ടത്ത് വിശുദ്ധൻ കാണിച്ച കാരുണ്യവും ഉദാരമനസ്കതയും അതിരുകളില്ലാത്തതാണ്. ആത്മീയ രചനകൾക്കായി ഒരു വൻ പ്രചാരണം തന്നെയാണ് വിശുദ്ധൻ നടത്തിയത്. 1768 വിശുദ്ധന് വളരെ വേദനാജനകമായ രോഗം പിടിപെടുകയും അദ്ദേഹം തൻ്റെ മെത്രാൻ പദവി ഒഴിയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ സഭയിലെ ഭിന്നതകൾ കാരണം വിശുദ്ധൻ അതീവ ദുഃഖിതനായിരുന്നു. 1787 ഓഗസ്റ്റ് 1 സലോണയ്ക്ക് സമീപമുള്ള പഗനയിൽ വെച്ച് ഇഗ്നേഷ്യസ് മരണമടയുമ്പോൾ അദ്ദേഹം സ്ഥാപിച്ച സഭ ഒരു വിഭജിക്കപ്പെട്ട സഭയായിരുന്നു. പാവങ്ങളുടെ സുവിശേഷകനായിരുന്നു അൽഫോൻസസ് ലിഗോരിയെ 1816 വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത്. 1839 അൽഫോൻസസ് ലിഗോരിയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ധാർമ്മിക ദൈവശാസ്ത്രത്തിന് വേണ്ടിയുള്ള വിശുദ്ധൻ്റെ മഹത്തായ പ്രവർത്തനങ്ങൾ കാരണം 1871 വിശുദ്ധനെ സഭയുടെ വേദപാരംഗതനായി പ്രഖ്യാപിക്കുകയുണ്ടായി.